ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദനും സന്ധ്യയും കൂടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ധനുഷിനെയും സ്നേഹയും ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. എന്നാൽ അത് അവരറിയാതെ ധനുഷൊക്കെ പണയം വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെ എടുത്തു കൊടുക്കും എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ധനുഷും സ്നേഹയും കൂടി. നമുക്കെല്ലാ കാര്യങ്ങളും നന്ദേട്ടനോട് തുറന്നു പറഞ്ഞാലോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദേട്ടനും അറിയാവുന്നതല്ലേ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. അതെങ്ങനെയാ തുറന്നു പറയുന്നത്? ചതിയല്ലേ നമ്മൾ അവരോട് കാണിച്ചത്? ഒരു വാക്ക് പോലും അവരോട് ചോദിക്കാതെയല്ലേ നമ്മളിത് ചെയ്തത്? പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ഒന്നും പറയില്ലായിരിക്കും അവർ. പക്ഷേ നമ്മൾ അവരോട് കാണിച്ച ആ വിശ്വാസവഞ്ചന, അത് അവർക്ക് അങ്ങനെ തോന്നില്ലേ? ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്. അർച്ചനയേട്ടത്തി ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചേനെ. ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട്. വെളിച്ചമുള്ളപ്പോൾ വിളക്കിൻ്റെ വില അറിയില്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർച്ചനയേട്ടത്തി ഇല്ലാതായപ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ആ സ്വർണങ്ങളൊക്കെ എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കണക്കുകൂട്ടലായിരിക്കും നന്ദേട്ടനൊക്കെ വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പണമുണ്ടാക്കുക എന്നതാണ്. എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ധനുഷ് പറയുന്നു. നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്തൊക്കെ എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമോ ധനുഷ് എന്ന് സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്നും പഴയതുപോലെ ആകില്ല. നെഞ്ചുപൊട്ടി മരിച്ചു പോയവർ തിരിച്ചു വരുമോ? സച്ചിയേട്ടനെ ഇനി എന്നെങ്കിലും നമുക്ക് പഴയതുപോലെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ധനുഷ് സങ്കടത്തോടെ പറയുന്നുണ്ട്. അർച്ചനേട്ടത്തി പോയതോടെ ഈ വീടിൻ്റെ എല്ലാ ഐശ്വര്യവും പോയി. ഏട്ടത്തി തിരിച്ചെത്തിയാൽ മാത്രമേ ഈ വീടിൻ്റെ പഴയ ഐശ്വര്യം നമുക്ക് തിരിച്ചു കിട്ടൂ എന്ന് സ്നേഹ പറയുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ എനിക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞില്ലേ, എങ്ങനെ തിരിച്ചു വരാനാ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം വരുമായിരുന്നല്ലോ. അഥവാ ഇനി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴും അർച്ചനേട്ടത്തി സച്ചിയേട്ടനെ കാത്തിരിക്കുമോ? ഏട്ടത്തി പോയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് കാത്തിരിക്കില്ല എന്ന് ധനുഷ് പറയുന്നു. ഉടനെ സ്നേഹ പറയുന്നുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അർച്ചനേട്ടത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും അർച്ചനേട്ടത്തിക്ക് സച്ചിയേട്ടനെ മറക്കാൻ സാധിക്കില്ല. സച്ചിയേട്ടൻ ഇപ്പോഴും അർച്ചനേട്ടത്തിയെ തിരക്കി നടക്കുന്നതൊക്കെ ദൈവം കാണാതെ പോകില്ല. ധനുഷ്, സ്നേഹത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി അകന്നു പോയവരെ തമ്മിൽ അടുപ്പിക്കും. ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ കൊള്ളാം. ഒരിക്കലും യാഥാർത്ഥ്യം ഇങ്ങനെയൊന്നും ആവില്ല. അർച്ചനേട്ടത്തി ഇപ്പോൾ നമ്മളെക്കുറിച്ചൊന്നും ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്. ധനുഷ്, ആകാശത്തിൽ ചിലപ്പോൾ സൂര്യനും ചന്ദ്രനും ഉദിക്കാതിരിക്കും. പ്രളയം വന്ന് ഭൂമിയുടെ ഒരു ഭാഗം മുഴുവൻ നശിച്ചു പോയെന്നും വരും. ചൂട് കൊണ്ട് ഈ ലോകത്തിലെ പുൽക്കൊടികളെല്ലാം കരിഞ്ഞു പോയെന്നും വരും. എന്നാലും അർച്ചനേട്ടത്തിക്ക് സച്ചിയേട്ടനെ മറക്കാൻ സാധിക്കില്ല. അർച്ചനേട്ടത്തി സച്ചിയേട്ടൻ്റെ അരികിലേക്ക് തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. അങ്ങനെ ധനുഷും സ്നേഹയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ സച്ചി വന്നിട്ടുണ്ട്. കൂടെ സച്ചിയുടെ ആ കൂട്ടുകാരനുമുണ്ട്. ഇത് പെരുവണ്ണാപുരം ക്ഷേത്രമാണ്. അവിടെയാണ് സച്ചി ഇപ്പോൾ ഉള്ളത്. അന്ന് അർച്ചനയ്ക്ക് താലി കെട്ടിയ ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ സച്ചി ഓർക്കുന്നത്. കാറിലിരുന്ന് കരയുന്നുണ്ട് കമല. കമലയെ അനഘ സമാധാനിപ്പിക്കുന്നുണ്ട്. വർഷം ഇത്രയായില്ലേ, എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയാതെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കമല കരയുകയാണ്. ഇന്ന് അർച്ചനേട്ടത്തിയുടെ പിറന്നാളല്ലേ, ഇന്നെങ്കിലും ആൻറ്റി കരയരുത് എന്ന് അനഘ കമലയോട് പറയുന്നുണ്ട്. ദേ, സച്ചിയേട്ടനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ്, അറിയാമല്ലോ, ആൻറ്റി ഇറങ്ങ് എന്നൊക്കെ അനഘ പറയുന്നു. അങ്ങനെ കണ്ണുനീരൊക്കെ തുളച്ചുകൊണ്ട് കമല ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് തൊഴാൻ പോകാനായി സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി വരുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ സച്ചി പറയുന്നു. ഇത് കേട്ട് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന്. ക്ഷേത്രത്തിലേക്ക് വരണമെന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരൻ. ദൈവങ്ങൾ എൻ്റെ മുന്നിൽ കണ്ണു തുറന്നില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ കമല പറയുന്നുണ്ട്. വർഷങ്ങൾ ഇത്രയായി, അവൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടും ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല, അമ്മയല്ലേ പറയുന്നത്, വന്നേ എന്നൊക്കെ പറഞ്ഞ് കമല സച്ചിയെ വിളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഉറപ്പുണ്ട് മോനെ, നമ്മുടെ പ്രാർത്ഥന അങ്ങനെയൊന്നും തള്ളിക്കളയാൻ ദൈവത്തിന് സാധിക്കില്ല. അവളെയും മോളെയും നമുക്ക് ദൈവം തിരിച്ചു കൊണ്ട് തരും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇപ്പോൾ 4 പേരും ക്ഷേത്രത്തിലകത്തേക്ക് പോവുകയാണ്. അവർ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇപ്പോൾ അവിടേക്ക് മറ്റൊരു കാർ വന്നിരിക്കുകയാണ്.
കാറിൽ മറ്റാരുമായിരുന്നില്ല, അർച്ചനയായിരുന്നു. അർച്ചനയും അർച്ചനയുടെ ഭർത്താവെന്ന് പറയുന്ന ആ ആളും മകളും ഭർത്താവിൻ്റെ അമ്മയുമാണ് ഉണ്ടായിരുന്നത്. ഇതാണോ അച്ചമ്മ പറഞ്ഞ ആ അമ്പലം എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല ക്ഷേത്രം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ. മോളെ, നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ അച്ചമ്മ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 4 പേരും ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ്. കമലയോട് തിരുമേനി ചോദിക്കുന്നുണ്ട്, ഇന്ന് നേരത്തെ എത്തിയോ എന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇന്ന് മോളുടെ പിറന്നാളാണെന്ന്. എത്ര കൊല്ലമായി ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയിട്ട്, എന്നിട്ട് ഭഗവാൻ എന്താണ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊക്കെ തിരുമേനിയോട് കമല പറയുന്നുണ്ട്. ആര് പറഞ്ഞു കേൾക്കുന്നില്ലെന്ന്? ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ട്. ഭഗവാൻ അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയം മകളെ തിരിച്ചു കിട്ടും, പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ അർച്ചനയ്ക്ക് അകത്തേക്ക് കയറുകയാണ്. അർച്ചനയുടെ മുന്നിൽ കൂടിയാണ് സച്ചി പോയത്. എന്നാൽ അവർ കാണുന്നില്ല. എന്നാൽ സച്ചിക്ക് അർച്ചന അവിടെ നിൽക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടാകുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അർച്ചന എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ഉടനെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അർച്ചന കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ട് അടി കൊള്ളാൻ എനിക്ക് വയ്യ, പറഞ്ഞേക്കാം. എടാ, അതെൻ്റെ അർച്ചനയാണ് എന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ കൂട്ടുകാരൻ. തുടർന്ന് അനഘയും കമലയും കൂടി വഴിപാട് ചീട്ട് കൊടുക്കാനായി പോകുന്നുണ്ട്. അർച്ചനയും മോളും തൊഴുതു നിൽക്കുകയാണ് അവിടെ. അവിടെ ഒരു ആനയെ കണ്ടിട്ട് ആനയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് ഗൗരി. ഇതൊന്നും അർച്ചന അറിയുന്നില്ല. അർച്ചന പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു. കമലയും അർച്ചനയും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. കമലയ്ക്ക് പെട്ടെന്ന് ഒരു തലചുറ്റൽ പോലെ വരുന്നുണ്ട്. അർച്ചന ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ അവിടേക്ക് നോക്കുമ്പോൾ ഗൗരി അവിടെ നിൽക്കുന്നതായി കാണുന്നുണ്ട്. കമല ഇങ്ങനെ തല ചുറ്റി താഴെ വീഴാൻ പോകുമ്പോൾ അർച്ചനയുടെ അമ്മായിയമ്മ അവിടേക്ക് വന്ന് കമലയുടെ തോളിൽ കയറി പിടിക്കുന്നുണ്ട്. എന്തു പറ്റി എന്ന് അവർ തിരക്കുന്നു. പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി, കണ്ണ് കാണാൻ പറ്റാതെയായി, ശരീരമാകെ കുഴയുന്നു എന്നൊക്കെ കമല പറയുമ്പോൾ, വന്നേ നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് കമലയെ ഒരു കസാരയിൽ കൊണ്ടിരുത്തുകയാണ് ആ അമ്മ. വെള്ളം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം എടുക്കാനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ കമലയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്താ പേര് എന്ന് ചോദിക്കുന്നു. കമല എന്ന് പറയുന്നുണ്ട്. എൻ്റെ പേര് ശോഭന എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അമ്മ. ഞങ്ങൾ താമസം മാറി വന്നതേ ഉള്ളൂ, എൻ്റെ മോൻ വക്കീലാണ് എന്നൊക്കെ ശോഭനാമ്മ പറയുന്നുണ്ട്. എന്താണ് ഒരു വിഷമം പോലെ എന്ന് ശോഭനാമ്മ ചോദിക്കുന്നു. എൻ്റെ മോളെയും കുഞ്ഞിനെ കാണാതായിട്ട് കൊല്ലങ്ങളേറെയായി. ഇന്ന് അവളുടെ പിറന്നാളാണ്. വർഷങ്ങൾ പോകുന്നതനുസരിച്ച് എൻ്റെ സങ്കടവും കൂടി വരികയാണ്. എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാതായി എന്നൊക്കെ കമല ശോഭനയോട് പറയുന്നുണ്ട്. അപ്പോൾ ശോഭന പറയുന്നു, ഞാനും എൻ്റെ മോൻ്റെ ഭാര്യയുടെയും ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഇപ്പോൾ തലചുറ്റലൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ അർച്ചനയും കുഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം സച്ചി അവിടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സച്ചിയുടെ പിറകിൽ കൂടിയാണ് അർച്ചന പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കാണുന്നില്ല. കമല ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വീണു പോയേനെ എന്ന് കമല പറയുമ്പോൾ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ശോഭന അന്വേഷിക്കുന്നു. ദേ വന്നിട്ടുണ്ട് എന്ന് കമല പറയുമ്പോൾ അനഘ അവിടേക്ക് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചത് ഈ ശോഭനയാണ് എന്നൊക്കെ കമല അനഘയോട് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്നെ അവർ അന്വേഷിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശോഭന അവിടെ നിന്ന് പോകുന്നു. രാവിലെ മരുന്ന് കഴിച്ചില്ലായിരുന്നോ എന്ന് അനഘ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, മറന്നുപോയെന്ന്. ചുമ്മാതല്ല മയങ്ങി വീണത് എന്ന് അനഘ പറയുന്നു. ഞങ്ങളും ഇറങ്ങുകയാണ്, മോളെയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് ശോഭന കമലയോട് പറയുന്നു. അവരവിടെ നിൽപ്പുണ്ടെന്നൊക്കെ ശോഭന പറയുന്നുണ്ട്. അപ്പോൾ സച്ചി അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മയ്ക്കെന്ന്. രാവിലത്തെ മരുന്ന് കഴിച്ചില്ല, ആരോ ഒരാൾ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ അനഘ പറയുന്നു. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ, ഞാൻ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചി പ്രസാദം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ 2 കൂട്ടരും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ആദ്യം പോകുന്നത് അർച്ചനയൊക്കെയാണ്. അർച്ചന ആ കാറിൽ കയറി പോകുന്നത് അനഘ കാണുന്നുണ്ട്. അർച്ചനയെടുത്തി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, അത് ശോഭനയുടെ മരുമോളാടി, അവരും വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു എന്നൊക്കെ അനഘ പറയുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരനും പറയുന്നുണ്ട്, കുറച്ചു മുന്നേ ഇവനും ഇതുപോലെ അബദ്ധം കാണിക്കാൻ തുടങ്ങിയതാ, ഞാൻ പക്ഷെ പിടിച്ചു മാറ്റി. എന്നാൽ അനഘയ്ക്ക് നല്ല സംശയമുണ്ട് അത് അർച്ചന തന്നെയായിരുന്നോ എന്നുള്ളത്. സച്ചി, നീ വിഷമിക്കേണ്ട, ഏത് കോണിലായാലും ഭഗവാൻ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കമല സച്ചിയോട് പറയുന്നു. എൻ്റെ ഭഗവതി, അവരെ ഇവന് തിരിച്ചു കൊടുത്തേക്കണേ എന്ന് കമല പ്രാർത്ഥിക്കുമ്പോൾ
ആ സമയം തന്നെ അമ്പലത്തിലെ മണി മുഴങ്ങുന്നുണ്ട്. അങ്ങനെ അവരും അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പോൾ വീണ്ടും അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ സന്ദീപിനെയാണ് കാണിക്കുന്നത്. സന്ദീപ് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോനപ്പേട്ടൻ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ധനുഷും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. അനൂപ് പൈസയും കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. ആ സമയത്താണ് ലോനപ്പേട്ടൻ അവിടേക്ക് എത്തുന്നത്. അവരെല്ലാവരും ലോനപ്പനെ കണ്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.